കേരളത്തിലെവിടെയും BJP ജയിക്കില്ലെന്ന് CPI ലത്തീഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് SDPI പ്രവർത്തകർക്ക് മാത്രം അറിയാവുന്ന കാര്യമെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് CPI ലത്തീഫ്. ആരും ആവശ്യപ്പെട്ടിട്ടല്ല ഒരു പ്രത്യേക മുന്നണിക്ക് വോട്ട് ചെയ്തത്. ഔദ്യോഗികമായ ഒരാവശ്യവും ആരും ഉന്നയിച്ചിട്ടില്ല. ആർക്കാണ് വോട്ട് ചെയ്തത് എന്നത് വെളിപ്പെടുത്തിയില്ലെന്നും ലത്തീഫ് പ്രതികരിച്ചു. അതേസമയം കേരളത്തിൽ UDF തരംഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫലം പ്രവചനാതീതമാണെന്നും ലത്തീഫ് കൂട്ടിച്ചേർത്തു. അതേസമയം മഞ്ചേശ്വരം നിയമമണ്ഡലങ്ങളിൽ SDPI സ്വീകരിച്ച സമീപനത്തെക്കുറിച്ചും CPI ലത്തീഫ് വ്യക്തമാക്കി. SDPI 36 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്. മികച്ച മത്സരം കാഴ്ചവെച്ചു. നല്ല വോട്ട് ഷെയർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റുള്ള മണ്ഡലങ്ങളിൽ ഒരു മുന്നണിക്ക് വോട്ട് ചെയ്യാനാണ് പ്രവർത്തകരോട് ആവശ്യപ്പെട്ടത്. മഞ്ചേശ്വരത്ത് SDPI വോട്ട് സ്വീകരിക്കുമെന്ന് AKM അഷ്റഫ് പറഞ്ഞിരുന്നു. SDPI മതേതര പാർട്ടിയാണെന്നും അഷ്റഫ് പറഞ്ഞു. മഞ്ചേശ്വരത്ത് BJP ജയിക്കാതിരിക്കാനുള്ള നിലപാടെടുത്തു. മഞ്ചേശ്വരത്തിന് പ്രത്യേക മുൻഗണന കൊടുത്തിട്ടുണ്ട്. നേമത്ത് V ശിവൻകുട്ടിക്ക് തന്നെയാണ് പിന്തുണ നൽകിയത്. നേമത്ത് പ്രത്യേക പശ്ചാത്തലം ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ തീരുമാനിച്ചതാണ്. കേരളത്തിൽ ഒരിടത്തും BJP വിജയിക്കാൻ പോകുന്നില്ല, CPI ലത്തീഫ് പറഞ്ഞു. ശക്തമായ മത്സരമാണ് നടന്നിരിക്കുന്നതെന്നും സംസ്ഥാനത്ത് തോക്ക് മന്ത്രിസഭയാലും അത്ഭുതപ്പെടാനില്ലെന്നും ലത്തീഫ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ലെന്ന് ലത്തീഫ് മുമ്പ് പറഞ്ഞു. SDPIയുടെ വോട്ട് തങ്ങൾക്ക് വേണ്ടെന്ന നിലപാട് തിരുത്താൻ VD സതീശൻ തയ്യാറാണെങ്കിൽ UDFിനെ പിന്തുണയ്ക്കുമെന്നും ലത്തീഫ് വോട്ടെടുപ്പിന് മുമ്പ് പറഞ്ഞിരുന്നു. SDPI പിന്തുണച്ചൊല്ലി LDFും UDFും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയം ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയും ചെയ്തിരുന്നു.